ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. വാഴക്കോട് അകമല സൗഹൃദ വില്ലേജ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. കുന്നംകുളം ACP P. മുഹമ്മദ് ബഷീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വാഴക്കോട് അകമല HP പെട്രോൾ പമ്പിന് സമീപമുള്ള സൗഹൃദ വില്ലേജ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പ്രദേശത്ത് സുരക്ഷാ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. വീടുകളുടെ സുരക്ഷയ്ക്കൊപ്പം പോലീസിന്റെയും എക്സൈസ് വകുപ്പിന്റെയും നിരീക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ക്യാമറ കണ്ണുകളുടെ ഉദ്ഘാടനം കുന്നംകുളം ACP P. മുഹമ്മദ് ബഷീർ നിർവഹിച്ചു. ഇത്തരത്തിൽ ഇങ്ങനെയുള്ളൊരു സംവിധാനം ഇവിടെ ഒരുക്കിയതിന് ഇതിൻ്റെ ഭാരവാഹികളെ ഞാൻ ആദ്യമേ ആത്മാർത്ഥമായിട്ട് അതിൻ്റെ അഭിനന്ദനവും അതിൻ്റെ പ്രശംസ അറിയിക്കുകയാണ്. കാരണം ഇനി ഇങ്ങോട്ട് വരുന്ന നോക്കുന്ന ആളുകൾ ഇപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഞങ്ങളൊക്കെ കാണുന്നുണ്ട്, അങ്ങാടിയിലൊക്കെ നോക്കിയിട്ട് ഏത് കള്ളം നോക്കുകയാണ് ഇങ്ങനെ നോക്കിയിട്ടാണ് പോവുക. ആദ്യം മുകളിലോട്ടാണ് നോക്കുക, എന്ത് കാണുന്നുണ്ട് ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ക്യാമറ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഉണ്ടെങ്കിൽ അതിൻ്റെ DVR എടുത്തുകൊണ്ട് പോകും, പിന്നെ അതിനകത്തൊന്നും സ്റ്റോറേജ് ഉണ്ടാവില്ല. ഇവിടെ ഇതിന് മൊബൈലിനകത്താണ് ഇതിൻ്റെ സേവിങ് സ്റ്റോർ ചെയ്യുന്നത് പറയുമ്പോൾ തന്നെ പിന്നെ അത് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു സേഫാണ്, സെക്യൂറാണ് നിങ്ങളുടെ ഈ ഏരിയ എന്ന് പറയുന്നത്. ഈ ഒരു വട്ടത്തിലുള്ള പ്രദേശമായി കഴിഞ്ഞാലും നിങ്ങളെ സമയം വളരെ നല്ല. ഇനി ഇതോടൊപ്പം തന്നെ ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട്. ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് തുടങ്ങാം, നമ്മളൊരു ഭംഗിയായിട്ടൊക്കെ തുടങ്ങി വെക്കും, വളരെ നല്ല റിസൾട്ട് ഉണ്ടാവും. എന്നാൽ ഇത് നടത്തിക്കൊണ്ടുപോകുക അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്ന കാര്യം നിങ്ങളുടെ ഓരോരുത്തരെയും സഹകരണം കൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് എന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലി ഇതിൻ്റെ നേട്ടം ചിലപ്പോൾ കിട്ടില്ല എന്ന് വരും. ഒരു വ്യക്തിക്ക് ഇതിൻ്റെ നേട്ടമല്ല, ഈ പ്രദേശത്തിൻ്റെ മൊത്തമുള്ള നേട്ടമാണ്. കാരണം ഇവിടെ ഒന്നും സംഭവിച്ചില്ല, ഇത്രയും കാലമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല, പിന്നെന്തിനാന്ന് ചോദിക്കല്ല അതിനർത്ഥം. ഒരു പക്ഷേ ഈ വല്ലവരും ഇങ്ങോട്ട് കയറാതിരിക്കുന്നത്, നേരെ വന്ന വഴിയെ പോകുന്നത് തന്നെ ഈ ഒരു ക്യാമറ കണ്ടിട്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാളും നല്ലത് വരാതിരിക്കുന്നതിനേക്കാൾ അതിനെ തടയുക എന്നുള്ളതാണ്. അതിനുള്ളൊരു സംവിധാനമാണ് ഇന്ന് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസും ഇതിൻ്റെ ഭാരവാഹികൾ അത് ഉത്തരവാദിത്തത്തോട് കൂടി ചെയ്യും എന്നുള്ളൊരു ഉത്തമ വിശ്വാസവും എനിക്കുണ്ട്. അതിനുള്ള സപ്പോർട്ട് താങ്ങും തണലുമായിട്ട് നിങ്ങളൊക്കെ തന്നെയാണ്. ഈ 35 വീടുകളുണ്ടെങ്കിൽ ആ 35 വീട്ടിലെ ആളുകൾ ഇങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക്, നല്ല കാര്യങ്ങൾക്ക് അവർക്ക് ആത്മാർത്ഥമായുള്ള സഹായ വാഗ്ദാനങ്ങൾ നൽകുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ വളരെയധികം നിങ്ങൾക്ക് ഉള്ള സഹായ സഹകരണം ഉണ്ടായിരുന്നു. വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മിഥുൻ ലാൽ ഉദ്ഘാടന പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. സൗഹൃദ വില്ലേജ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ദേവരാജൻ മാസ്റ്റർ, സെക്രട്ടറി പ്രഭിത പ്രകാശ്, ട്രഷറർ നസീർ ഹസൻ, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് B. തങ്കപ്പൻ, വാർഡ് അംഗം ഹാദിയ അമീർ, അഡ്വക്കേറ്റ് മഹീശ്വരൻ, പൊതുപ്രവർത്തകനായ വിജീഷ് അള്ളന്നൂർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ദിനംപ്രതി മൃതശരീരങ്ങൾ ഈ കാട് വഴി കടന്ന് റെയിൽവേ ട്രാക്കിൽ എത്തുന്ന അനുഭവങ്ങൾ, ഈ അയ്യപ്പ ക്ഷേത്രത്തിലെ അയ്യപ്പനെ എടുത്ത് ചാലെറിയുന്ന ഓരോ ദിവസവും എന്നും അയ്യപ്പനെ എടുത്ത് ചാലെറിയുന്ന ദിനങ്ങളാണ് ഉണ്ടായത്. മണ്ണാരപ്പള്ളിയിലെ പൈസയെല്ലാം എടുത്തുകൊണ്ട് പോകുന്ന കാലം. ആളുകൾ വരികയാണെങ്കിൽ തന്നെ വാഴക്കോട് വന്നിട്ട് കൂട്ടമായിട്ടാണ് ഈ പ്രദേശം കടന്ന് അകമലെ അമ്പലം കടന്നു പോകാറുള്ളത്. 6 മണിക്ക് ശേഷം ആരും നടന്നു പോകുന്നതില്ലാത്ത ഒരു കാലം. അന്നിത് വരവൂർ പഞ്ചായത്തായിരുന്നു. 1979 ഈ പഞ്ചായത്തിന്റെ ഒരു ഭാഗം, വരവൂർ പഞ്ചായത്തിന്റെ ഒരു ഭാഗം മുറിച്ച് മുള്ളൂർക്കര പഞ്ചായത്ത് ഉണ്ടാക്കിയെടുത്തത്. ഈ സൗഹൃദ വില്ലേജിൽ ഇന്ന് 35ഓളം വീടുകളുണ്ട്. അതിൽ 29 വീടുകളിലാണ് ആൾ താമസമുള്ളത്. ഈ പ്രദേശത്ത് ഭാരതീയ വിദ്യാഭ്യാസ സ്കൂള് ഈ റോഡിന്റെ 400 മീറ്റർ അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ 4-5 ഹോട്ടലുകൾ, പെട്രോൾ പമ്പ് 2 എണ്ണം, അതുപോലെ ഒരു കൺവെൻഷൻ സെന്റർ, അങ്ങനെ ധാരാളം. പിന്നീട് ഈ പ്രദേശത്ത് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ ഷൊർണൂർ വരെ എത്തുമ്പോൾ കുറേ ജനസംഖ്യ കുറഞ്ഞ് സ്വല്പ ആശ്വാസം കൊണ്ട് ഇരിക്കാൻ പറ്റാവുന്ന ഒരു സ്ഥലമാണ് ഈ സൗഹൃദ വില്ലേജ്. അതുകൊണ്ട് തന്നെ പലരും ആശ്വാസത്തിനായിട്ട് മറ്റ് ഇതര മയക്കുമരുന്നും മദ്യങ്ങളുമായിട്ട് നമ്മുടെ ഈ പ്രദേശത്തെ ആശ്രയിക്കാറുണ്ട്. കൊച്ചു ധാരാളം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ ബന്ധപ്പെടുമ്പോഴും മറ്റുമെല്ലാം തന്നെ നമുക്ക് ഉണ്ടാകുന്ന അനുഭവം, ക്യാമറയിൽ എന്തെങ്കിലും തെളിവുകൾ കിട്ടാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ നമ്മളൊന്നും പറയാറില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയിട്ട് നമ്മൾ ഈ ക്യാമറകൾ ഉദ്ഘാടനം നടത്തുകയാണ്. ഓഡിയോ വീഡിയോ ക്രമീകരണങ്ങളോടുകൂടി സ്ഥാപിച്ച ക്യാമറകളുടെ വിശദീകരണം ശ്രീജേഷ് നൽകി. റൈറ്റ് വിഷൻ ന്യൂസ്, മുള്ളൂർക്കര.
10ാം ക്ലാസ് കഴിഞ്ഞില്ലേ, ഇനി +1 +2 എവിടെ പഠിക്കും? ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട. നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യു കോളേജ് 2024-25 വർഷത്തെ +1 +2 ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അച്ചടക്കം, കുറഞ്ഞ ഫീസ്, ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ MS ഓഫീസ്, ടാലി, ഫോട്ടോഷോപ്പ്, കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ്, ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ്. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക.